ഹായ് മക്കളെ, എല്ലാവർക്കും RTH മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് പോവാണ്. 82, 83 പേജിൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതാ ഡീല് ചെയ്യുന്നുണ്ട്. നോക്ക്, ചോദ്യം നമ്പർ 1, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. അപ്പോൾ ഇതിൽ ഏത് രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്? റെക്ടാങ്കിൾ അഥവാ ചതുരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പെരിമീറ്ററിനെ കുറിച്ച്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. എന്താ ഈ പെരിമീറ്റർ? എല്ലാ സൈഡുകളും കൂടി കൂട്ടിയാൽ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? അതിൻ്റെ എല്ലാ സൈഡുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 50 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 5 മീറ്റേഴ്സ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 മീറ്റർ ആണെന്നും പറയുന്നു. മറ്റേ വശം എത്രയാണ്? ആ രണ്ടാമത്തെ സൈഡ് എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. എടാ, അപ്പോൾ ഈ കാണുന്ന സാധനം ശരിക്കും എക്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഓൾജിബ്ര പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പം. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് നോക്കും. ഞാൻ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കാണിച്ചത്. ഇതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ സൈഡ് ഉണ്ട്, 2 ചെറിയ സൈഡുകൾ കാണാം, 2 വലിയ സൈഡുകൾ കാണാം. ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ ഉണ്ടാവുക. ഇതിലിപ്പോൾ ആരാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്തെന്ന് പറയാം 5 സെൻറ്റിമീറ്റർ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇയാളായിരിക്കും 5, ഇയാൾ 5 ആണെങ്കിൽ ഇയാൾ 5 ആയിരിക്കും, ഒരു പക്ഷേ ഇയാൾ 5 ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇയാൾ 5 ആണ്. അങ്ങനെ നമുക്ക് അറിയൂടാ ആരാണ് കൃത്യമായിട്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ കാണുന്ന ആളാണ് 5 സെൻറ്റിമീറ്റർ എന്ന് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചു. മറ്റേ ആളെ എനിക്ക് അറിഞ്ഞുകൂടാ. അയാളെ ഞാൻ തൽക്കാലത്തേക്ക് വലിയ വശം അഥവാ ലാർജസ്റ്റ് സൈഡ് എന്ന് വിളിക്കാൻ വേണ്ടി പോകണം. വലിയ വശം അഥവാ ലാർജസ്റ്റ് സൈഡ് എന്ന് മക്കൾ എന്ത് ചെയ്യുന്നുണ്ടടാ? വിളിക്കുന്നുണ്ട്. അയാൾ ആരാ? അയാൾ കൃത്യം എത്രയാണ് വരിക എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ കാണുന്നതിൽ ഈ 2 ആളുകളും 5 വീതമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയാം. ആണോ അല്ലയോ? ഇനി ഇയാളും കൂടി ആഡ് ചെയ്തപ്പോഴല്ലേ മക്കളെ 50 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രദ്ധിച്ചേ, സം ഓഫ് ലാർജ് സൈഡ്സ് വലിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് മക്കളും ശ്രദ്ധിച്ചു നോക്കടാ. ഇയാളെയും കൂടി കൂട്ടിയപ്പോൾ 50 അല്ലേ? അപ്പോൾ ഇവരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ 5 നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണ്ടേ? 5 കൂട്ടിയാൽ 10 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മൊത്തം 4 എണ്ണം കൂട്ടിയതിൽ 50 നിന്നും ഈ കാണുന്ന 5 കൂട്ടി കിട്ടിയ 10 ഞാൻ കുറച്ചപ്പോൾ ലാർജസ്റ്റ് സൈഡ് 2 കൂടി കൂട്ടിയാൽ കിട്ടേണ്ട വലിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 40 ആയിട്ട് മാറി. അവിടെ വെച്ച് നമുക്ക് ഈച്ച് ലാർജ് സൈഡ്, ഓരോ വലിയ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈച്ച് ലാർജ് സൈഡ് നോക്കിയടാ, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നോക്കിക്കേ അല്ലേ? ഇതും ഈക്വൽ ആണ്, 2 കൂടി കൂട്ടിയാൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 ഡിവൈഡഡ് ബൈ 2, അങ്ങനെ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്നായിരിക്കും അവിടെ എന്ത് കിട്ടുന്നുണ്ടാവും മക്കളെ? ആൻസർ കിട്ടുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 20 സെൻറ്റിമീറ്റർ എന്നായിരിക്കും അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവുക. സെറ്റ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When Anida and her friend bought 5 pens together, they got a reduction of 3 rupees in the price. The total cost was 32 rupees. If they had bought the pens individually, how much would it have cost each? അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ച് വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചിലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ വീതം കൊടുക്കണം? അപ്പോൾ റിഡക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ കിഴിവ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവിക, മീൻസ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ദ എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, ചിലവായ തുക എത്രയാണ്? എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത്? നമുക്കറിയാം 32 രൂപയാണ് അവർക്ക് ചിലവായിട്ടുള്ളത്. 32 റുപ്പീസ്. ഓക്കെ, ഇനി അടുത്തത് ആക്ച്വൽ എമൗണ്ട് എഴുതുന്നുണ്ട്. യഥാർത്ഥ വില എത്രയാണെന്നുള്ള എഴുതുന്നുണ്ട്. യഥാർത്ഥ വില എന്ന് പറയുമ്പോൾ 32ൻ്റെ കൂടെ കിഴിവ് കിട്ടിയിട്ടുള്ള 3 രൂപ കൂടെ ചേർക്കണം. അങ്ങനെ 35 റുപ്പീസ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് ഈച്ച് പെൻ, ഓരോ പേനയുടെയും വിലാസമും ഈ കാണുന്ന യഥാർത്ഥ എമൗണ്ട് 35 ഡിവൈഡഡ് ബൈ എത്ര പെന്നാണ് അവർ വാങ്ങിച്ചു എന്ന് പറയുന്നത്? 5 പെൻ അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 7 രൂപയാണ്, 7 റുപ്പീസ് ആണെന്ന് കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ നമ്പർ ഇസ് ഗിവൺ, ഫൈൻഡ് ഈച്ച് നമ്പർ. ചുവടെയുള്ള കണക്കുകളിലെല്ലാം
ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിലെയും സംഖ്യ കണ്ടുപിടിക്കുക. നോക്കി, 3 added to 2 times a number gives 101. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പോൾ ഏതോ ഒരു നമ്പർ ഉണ്ടെന്നും ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും എന്നിട്ട് 3 ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ 101 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യനെ ഇരട്ടിയാക്കി എന്നിട്ട് 3 കൂട്ടി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് 101 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ number before adding എത്ര കൂട്ടിയെന്നാണ് പറഞ്ഞിട്ട്? 3 കൂട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മലയാളം മീഡിയക്കാർ എഴുതേണ്ട സ്റ്റെപ്പ്, നമ്പർ ബിഫോർ ആഡിങ് 3 ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതിയതിന് പകരം മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതാം? 3 കൂട്ടുന്നതിന് മുമ്പേ ഉള്ള സംഖ്യ. ഇപ്പോൾ 101 ഉള്ളത്, അതിൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ സംഖ്യ കിട്ടും. അപ്പോൾ നമുക്ക് 98 ഉത്തരം എന്ന് മനസ്സിലാവും. ഓക്കെ, ഈ 98 എന്ന് പറയുന്നത് ആരാണടാ? 2 times, 2 മടങ്ങാണ് അല്ലേ? ഡബിൾ ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് 98 ഈസ് 2 times the number. 98 is 2 times the number ആണല്ലോ. സംഖ്യയുടെ 2 മടങ്ങാണ് 98. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാസമം എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 98 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക? ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ഏത് ആൻസർ കിട്ടുന്നത്? 49 എന്ന് പറയുന്ന ആൻസർ. എടാ, ഇതൊക്കെ ശരിക്കും നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് എക്സ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന. പക്ഷേ നമ്മുടെ ചാപ്റ്റർ ഇത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലാണ് മക്കളുടെ അടുത്തേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സ് വെച്ചൊക്കെ പ്രോബ്ലംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. 2 added to 3 times the number gives 101. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ അപ്പോൾ 101 കിട്ടി. നേരത്തെ 3 കൂട്ടി എന്ന് പറയുന്ന പകരം ഇപ്പോൾ 2 കൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അതേപോലെ എഴുതുന്നു, ബിഫോർ ആഡിങ് 2. 2 കൂട്ടുന്നതിന് മുമ്പുള്ള സംഖ്യ അല്ലെങ്കിൽ 2 കൂട്ടുന്നതിന് മുന്നേ ഉള്ള സംഖ്യ എന്ന് പറയും. അപ്പോൾ ഇവിടെ മൊത്തം 101 ആയിരുന്നു, അതിൽ നിന്ന് 2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2 കൂട്ടുന്നതിന് മുന്നേ ഉള്ള ആൾ 99 അറിയാൻ വേണ്ടി പറ്റും. ഇതാരാണ്? 3 മടങ്ങാണ്. ഇതാരാണ്? 3 times ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ വേണ്ടി പറ്റും 3 times of the number is equal to is 99. സംഖ്യയുടെ 3 മടങ്ങ് 99 ആണ്. അപ്പോൾ സംഖ്യാസമം നമ്പർ is equal to എങ്ങനെ കിട്ടും മക്കളെ? 99 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 33 എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 3 subtracted from 2 times the number gives 101. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ, അപ്പോൾ നേരത്തെ കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചപ്പോഴാണ് എന്തെന്ന് പറയുന്നത്? 101. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ബിഫോർ നേരത്തെ ആഡിങ് എഴുതിയത്, പ്രാവശ്യം ബിഫോർ സബ്ട്രാക്ടിങ് ആരെയാണ് കുറച്ചിട്ടുള്ളത്? 3നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ കുറച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ബിഫോർ സബ്ട്രാക്ടിങ് 3. 3 കുറയ്ക്കുന്നതിന് മുന്നേയുള്ള സംഖ്യ. അപ്പോൾ 3 കുറയ്ക്കുന്നതിന് മുന്നേയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ 101 നിന്ന് ആര് നമ്മൾ ആഡ് ചെയ്യണം? 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 104 കിട്ടും. അത് നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാനെന്നുള്ള, ഇയാൾ 2 times ആണ്, 2 മടങ്ങാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി 104 ഈസ് 2 മടങ്ങ്. ഇതാ 2 times. 104 ഈസ് 2 times the number. 104 is 2 times the number. 104 is 2 times the number, which means number is equal to നമുക്ക് 104നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഹരിച്ച് വയ്ക്കാം. അപ്പോൾ എങ്ങനെ മലയാളം മീഡിയക്കാർ എഴുതുക അല്ലേ? 104 സംഖ്യയുടെ 2 മടങ്ങാണ്. അതുകൊണ്ട് സംഖ്യാസമം 104 ഹരിക്കണം 2 എന്നാണ് നമുക്ക് എഴുതാണ്ടാവുക. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു 52. 52 ആൻസർ കിട്ടുക. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൂടി കഴിയുമ്പോൾ ആ സബ് ക്വസ്റ്റ്യൻ കഴിയും. 2 subtracted from 3 times the number gives 101. 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പോൾ ആരവിടെ കുറയ്ക്കണത്? 2 കുറയ്ക്കണത്. 2 സബ്ട്രാക്ട് ചെയ്ത് കളയാം. അപ്പോൾ നേരത്തെ പോലെ സ്റ്റെപ്പ് എഴുതാം. നമ്പർ ബിഫോർ സബ്ട്രാക്ടിങ് ആരെയാണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്? 2. 2 സബ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ 2 കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള സംഖ്യ എങ്ങനെ എഴുതുക? 101 + 2 ചെയ്യേണ്ടത്. ഉത്തരം നമുക്ക് ആരെ കിട്ടും മക്കളെ? 103 എന്ന് കിട്ടും. അത് സംഖ്യയുടെ 3 മടങ്ങാണ്, 3 times ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം 103 ഈസ്
3 times the number. 103 is 3 times the number. അങ്ങനെ 3 times the number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുക നമ്പർ ഇസ് ഈക്വൽ ടു 103 ഡിവൈഡഡ് ബൈ 3 എന്നാണ് ചെയ്യാനുണ്ടാവുക. 103 സംഖ്യയുടെ 3 മടങ്ങാണ്, കോമ സംഖ്യ സമം 103/3. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 34.33. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകട്ടോ മക്കൾ. അവിടെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ആണ്, പക്ഷെ നമുക്ക് 2 ഡിജിറ്റ്സ് മതി. 34.33 എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് 6 times a number and 4 is 100. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പോൾ അതിൽ 4 കൂട്ടുന്നതിൻ്റെ മുന്നുള്ള ആളാരാ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മക്കൾ നേരത്തെ അതേ മെത്തേഡ് തന്നെ എഴുതുന്നത് നമ്പർ ബിഫോർ ആഡിങ് 4. 4 കൂട്ടുന്നതിന് മുമ്പെയുള്ള സംഖ്യ നമ്പർ ബിഫോർ ആഡിങ് 4. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഓൾറെഡി 100 ആണല്ലോ. 4 കൂട്ടുന്നതിൻ്റെ മുന്നേ ആരായിരുന്നു എന്നറിയാൻ 100ൽ നിന്ന് 4 കുറച്ചു, അപ്പോൾ 96 എന്ന് ഉത്തരം കിട്ടി. ഇനി ഈ കാണുന്ന ആൾ 6 times ആണ് എന്ന് നമുക്കറിയാം. ഒരു സംഖ്യേൻ്റെ 6 മടങ്ങാണ്, 6 കൊണ്ട് ഗുണിച്ചതാണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതാം. 96 is 6 times the number. 96 is 6 times the number. 96 സംഖ്യയുടെ 6 മടങ്ങാണ്, 6 times the number. അങ്ങനെയാണെങ്കിൽ നമ്പർ ഇസ് ഈക്വൽ ടു സംഖ്യാസമം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നതായിരിക്കും. ആ പേജിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 4 times the sum of a number and 6 gives 100. What is the number? ഒരു സംഖ്യയോട് 6 കൂട്ടി 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 25 കിട്ടി. സംഖ്യ മക്കളെ നേരത്തെ ചെയ്തതുപോലെയല്ല. ഇവിടെ ഒരു സംഖ്യ ഉണ്ടായിരുന്നു, ആ സംഖ്യേൻ്റെ കൂടെ 6 കൂട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ സംഖ്യേനെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 100 കിട്ടിയത്. ശ്രദ്ധിക്കണം, ഒരു സംഖ്യ ഉണ്ടായിരുന്നു, ആ സംഖ്യയുടെ കൂടെ 6 കൂട്ടി, ആ കിട്ടിയ സംഖ്യേനെയാണ് 4 കൊണ്ട് ഗുണിച്ചത്, അങ്ങനെ കിട്ടിയ ഉത്തരമാണ് 100. അപ്പോൾ നേരത്തെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് പോലെ ഞാനിവിടെ എഴുതുന്നു. മക്കളും ശ്രദ്ധിക്കുക. ബിഫോർ മൾട്ടിപ്ലൈയിങ് 4. 4 കൊണ്ട് ഗുണിക്കുന്നതിൻ്റെ മുന്നേയുള്ള സംഖ്യ. അപ്പോൾ ബിഫോർ മൾട്ടിപ്ലൈയിങ് 4 അത് കിട്ടാൻ വേണ്ടിയിട്ട് 100 ഡിവൈഡഡ് ബൈ 4 ഞാൻ ചെയ്തു. എനിക്ക് ആൻസർ കിട്ടി 25 ആണ്. ഓക്കെ, ഈ 25 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയുടെ കൂടെ 6 ആഡ് ചെയ്തിട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു ഒറിജിനൽ നമ്പർ ഇസ് ഈക്വൽ ടു യഥാർത്ഥ സംഖ്യ. ഒറിജിനൽ നമ്പർ ഇസ് ഈക്വൽ ടു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 25ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ 19 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആ പേജിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു.